ഹലോ അച്ചോ, ഹായ്, നമസ്തേ. ആനുവൽ എക്സാം ആവാറായിട്ടുണ്ടല്ലേ? ഹിന്ദിയിലല്ല, എല്ലാ സബ്ജക്റ്റിലും നല്ലൊരു മാർക്ക് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എനിക്ക് നിങ്ങളോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് ടൈം ടേബിൾ വെച്ച് പഠിക്കുവാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ മെച്ചുവേർഡ് ആയിട്ടുള്ള കുട്ടികളാണ്. നിങ്ങളോട് ഇനി ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ലടാ, പഠിക്കട എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കേണ്ട ഒരു ഏജ് തന്നെയാണ് നിങ്ങളുള്ളത്. ഇനി വരാൻ പോകുന്ന 9ാം ക്ലാസ്സിലാണ്, അതിനുശേഷം 10ാം ക്ലാസ്സാണ്. സോ ഇവിടെ മുതലേ ഒരു ബേസ് നിങ്ങൾ ഇപ്പോഴേ സെറ്റ് ആക്കുവാണെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഒരു ഫ്ലോയിൽ എത്തിയാൽ മതിടാ. ആ ഒരു ഒഴുക്കിലേക്ക് നിങ്ങൾ എത്തുവാണെങ്കിൽ പഠനം പിന്നെ വളരെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തന്നെ സാധിക്കുന്നതായിരിക്കും. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി വരാൻ പോകുന്ന ഏത് എക്സാമും എന്തായിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: പഠിക്കാൻ തുടങ്ങുക എന്ന് തന്നെയാണ്. സോ പഠിക്കാൻ എവിടെ തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മുടെ ഹിന്ദിയിലേക്ക് വരുവാണെങ്കിൽ എന്താണുള്ളത്? ഹിന്ദിയിൽ വരുന്ന സമയത്ത് നമുക്ക് മൊത്തം 5 യൂണിറ്റ് ആണുള്ളത് അല്ലെ. ഒന്നാമത്തെ പേട് മുതൽ തുടങ്ങിയിട്ട് അവസാനമായിട്ട് എന്താണ് സിറിയാക്കി ബേട്ടി തുടങ്ങിയിട്ടുള്ള ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, മൊത്തമായിട്ട് എത്ര ചാപ്റ്റേഴ്സ് ആണ്? 12 ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. മൊത്തമായിട്ട് 12 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഓക്കെ, ഇതിന് സമയം വളരെ കുറവാണ്, നിങ്ങൾക്കറിയാം അല്ലേ. ഇനി ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. പഠിച്ചു വരുന്നവർക്കൊക്കെ വെരി ഗുഡ്, ആ രീതിയിൽ തന്നെ പോട്ടെ. ഇനി പഠിക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. യെസ്, എന്താണ് നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയോ? സത്യമായിട്ട് പറ. നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറ. എത്ര പേര് പഠിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇനി നിങ്ങളോട് പറയാനുള്ളത്, പഠിക്കാത്തവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്: എല്ലാ ചാപ്റ്റേഴ്സിന്റെ സമ്മറി മനസ്സിലാക്കി. എല്ലാ ചാപ്റ്റേഴ്സിന്റെ സമ്മറി മനസ്സിലാക്കി തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ സമ്മറി മനസ്സിലാക്കുന്നതിന് കൂടെ തന്നെ ഈ ഒരു ഓണം പരീക്ഷയിലും അതുപോലെ തന്നെ ക്രിസ്മസ് പരീക്ഷയിലും ചോദിച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിൽ എടുത്ത് വെക്കുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം ഏത് ടൈപ്പാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി തന്നെ എല്ലാ ചാപ്റ്റേഴ്സിനും നോക്കി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു പ്രോബ്ലം നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങളത് കാണാത്തതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു മാർക്ക് എന്തായാലും ഇനി വരുന്ന ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഹാർഡ് വർക്ക് അല്ല, ഒരു സ്മാർട്ട് വർക്കോടുകൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പോലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് 9ാം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. സോ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, എന്തും ആയിക്കോട്ടെ, ഇതുവരെ എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇനി ഒരു ജഡ്ക ഏനാ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഒരു ത്രസ്റ്റ്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്കിന് വാങ്ങാൻ സാധിക്കുന്നതാണ്. സോ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് എക്സാം ഹാളിൽ പോയിട്ട് ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ആൻസർ കീ എഴുതുന്നില്ല നിങ്ങളുടെ സ്വഭാവം. അത് മാറ്റിയിട്ട് ആദ്യം തന്നെ എന്താണ്, നിങ്ങൾ ഇതുപോലത്തെ ഒരു എക്സാം പ്രതീക്ഷിച്ചിട്ട് ആ മോഡൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തന്നിട്ടുണ്ടല്ലേ, അതൊക്കെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, അതൊക്കെ എടുത്തൊരു എക്സാം എന്ന രീതിയിൽ തന്നെ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുവാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ആ മോഡൽ ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടുന്നല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി എന്താണ് എജുപോർട്ടിന്റെ ആപ്പ് നിങ്ങൾക്ക് അവസാന നിമിഷം വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് പഠിക്കണം. എല്ലാ കാര്യങ്ങളും മെന്റർ സപ്പോർട്ടോടുകൂടി എല്ലാം പഠിക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സ് ഈ മാർച്ച് 3 എല്ലാ ചാപ്റ്റേഴ്സിന്റെയും നമ്മൾ തീർക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എജുപോർട്ടിന്റെ ക്രാഷ് ബൂസ്റ്റർ ബാച്ച് നിങ്ങൾക്കുള്ള തന്നെയാണ്. ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാം. നല്ലത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ നമ്മൾ ടീച്ചേഴ്സ് റെഡിയാണ്. സോ റെഡി, ടീക്ക് വെച്ചോ. സോ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. വരുന്നിടത്ത് വെച്ച് കാണാം, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ഞാൻ പഠിക്കും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വരുന്ന എക്സാമിൽ ബി എ പീസ് ഓഫ് കേക്ക് എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. സോ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. എല്ലാത്തിൻ്റെയും സമ്മറി മനസ്സിലാക്കുന്നു, എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് മനസ്സിലാക്കുന്നു, പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു നമ്മുടെ ഓണം പരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിലൊക്കെ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഷീറ്റ് അല്ലെ, കൊല്ലപ്പരീക്ഷയ്ക്ക് ഇനി എഴുതാൻ പോകുമ്പോൾ ഓണപരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെയും ആൻസർ കീ എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു മാർക്ക് ഉണ്ടാവും അല്ലെ. മേ ബി നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്, കുറഞ്ഞ മാർക്ക് കിട്ടിയിട്ട് പ്രശ്നമില്ല. അതിലെന്തൊക്കെയാണ് പ്രശ്നം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ ഏതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കറക്റ്റ് ചെയ്യുന്നത്, ഒരു സ്കെഡ്യൂൾഡ് ആയിട്ട് മുന്നോട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ തന്നെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, ഒരു സ്മാർട്ട് പ്ലാൻ നിങ്ങൾക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുന്നതാണ്. സോ എനിക്ക് ഇത്രയും പറയാനുള്ള, ഒരു ചാലഞ്ച് ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ഈസിയായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എജുപോർട്ടിന്റെ ആപ്പിലെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എജുപോർട്ടിന്റെ ഈ 8ാം ക്ലാസ്സിന്റെ യൂട്യൂബ് ചാനലുകളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് ക്ലാസ്സസ് ഇവിടെയുണ്ട്. എല്ലാം എടുത്തു വെച്ചിട്ട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റടാ. കോമ്പറ്റീഷനേക്കാളും ഡിസ്ട്രാക്ഷൻസ് ആണ് കൂടുതൽ. സോ അതുകൊണ്ട് ആ ഡിസ്ട്രാക്ഷൻ ഒക്കെ മാറി നിന്ന് ഒന്ന് പഠിക്കാനായിട്ട് ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആ ട്രാക്കിലേക്ക് ഈസി ആയിട്ട് കയറിക്കോളും. സോ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഒന്ന് പഠിക്കാൻ, നിങ്ങളൊരു മാറ്റം നിങ്ങളിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോ, ഇപ്പം തന്നെ തുടങ്ങിക്കോ. ടീക്ക് വെച്ചോ. താങ്ക് യു. ജയ് ഹിന്ദ്.